ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ മീൻ ചട്ടിയൊക്കെ എടുത്തിട്ട് നേരാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഷാജേട്ടൻ ഇന്ന് നേരത്തെ പോകാനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. പാത്രം കഴുകിയേക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിലെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ ചായ കുടിച്ചു. വെള്ളയപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലത്തെ മാവിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അതും തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ചോറ് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടി. കുറച്ചേ ഉള്ളൂ, കണ്ടില്ലേ, 100 രൂപയ്ക്കാണ്. പക്ഷെ ഉള്ളത് വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇരുന്നിട്ട് ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാം. അത് ഭയങ്കര സ്മെല്ലാവുമല്ലോ. അതുകൊണ്ട് തന്നെ വേസ്റ്റൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് വേണം അതിനകത്തേക്ക് മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടി ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വട്ടം ചുറ്റിയിട്ട് ഇവിടെ ഉണ്ടാവും വീട്ടിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ മഷി ഇട്ട് നോക്കിയാൽ കാണില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കാണില്ല കേട്ടോ. ഉള്ള സമയത്ത് പിന്നെ നമ്മളെ വട്ടം ചുറ്റി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ സമാധാനം. അപ്പോൾ ഇന്നലെ ഷാജൻ്റെ കൂടെ കച്ചവടത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്നിട്ടിപ്പോൾ അതിൻ്റെ റെസ്റ്റൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ഉച്ചരിഞ്ഞ കളിക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് ചെമ്മീനൊക്കെ ക്ലീനാക്കി അതൊക്കെ ഒന്ന് കഴുകാൻ മാത്രമൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഉള്ളത് വലുതായതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ അവനത് കണ്ടപ്പോൾ വാങ്ങിയതായിരിക്കും പൂതി കൊണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ വന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത്ര മതി. ഇനിയിപ്പോൾ 100 രൂപയ്ക്ക് എത്രയല്ലേ കിട്ടുള്ളൂ, അതിന് നല്ല റേറ്റ് അല്ലേ. അപ്പോൾ കഴിക്കാൻ ചിലപ്പോൾ കൊതിയായിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് പൂജട്ടി എനിക്ക് വീഡിയോ പിടിച്ച് തരുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് കഴിയല്ലോ, എന്നാൽ പിന്നെ ഞാനിത് ഓണാക്കാനോ ഓഫാക്കാനോ അങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഞാൻ കുറച്ച് മുന്നേ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അത് സൂപ്പറാണ്. അപ്പോൾ സെക്കൻഡ് നമുക്കൊരു ഉപ്പേരിയോ അല്ലെങ്കിൽ ചാറുകറിയോ അങ്ങനെയൊന്നും വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ മാങ്ങയും കാര്യങ്ങളും അതിനനുസരിച്ച് വെക്കണമല്ലോ. പിന്നെ എനിക്ക് ഈ റോസ്റ്റ് ഐറ്റംസ് എനിക്ക് വലിയ പിടുത്തമില്ല. ഈ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ ഒരുപാട് വഴറ്റി ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാനിങ്ങനെ നമുക്ക് ചെമ്മീൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി. അപ്പോൾ അതിലേക്ക് അധികം കുറച്ചൊരു പിടി ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് മാറ്റി വയ്ക്കുക. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കണേക്കാട്ടിലും അപേക്ഷിച്ച് ഈസിയാണ്, ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ചെമ്മീൻ കറി, ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ ഫ്രൈ ഇങ്ങനെയല്ലേ കഴിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റും കൂടെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ചെമ്മീൻ വലുതായതുകൊണ്ട് തന്നെ നമ്മൾ ദാരിദ്ര്യം പിടിച്ച് കാണിക്കണതല്ല, ഇതിങ്ങനെ 2 കഷ്ണാക്കിയിട്ട് അല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. ഇവർക്ക് ഇതൊന്നൊരു 3-4 ഒരു വലുതുണ്ടക്കം കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നാളെ വേറൊരു സംഭവം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ, അപ്പോൾ ഞാനത് നല്ല മാറ്റി വയ്ക്കുകയും വേണം. ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ചോറിലേക്ക് പെരട്ടുണ്ടാക്കുകയും വേണം. ഞങ്ങൾ ഇന്ന് രാവിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് വെച്ചിട്ടായിരുന്നു. ശരണെ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കെട്ടിത്തിരിച്ചിലും കാര്യങ്ങളൊക്കെ കൂടെ കഴിഞ്ഞിട്ട് പോകാൻ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും വേണമല്ലോ. അപ്പോൾ ഒരു നേരത്തിന് മതി. അപ്പോൾ ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്കുള്ള ചെമ്മീനൊക്കെ എടുത്ത് ഒന്ന് പകുതിയൊക്കെ മുറിച്ച് വലുതൊക്കെ ഒരു 2 കഷ്ണം 3 കഷ്ണമൊക്കെ ആക്കി മാറ്റി വെച്ചു. ബാക്കി ഒരു 3-4 അവർക്ക് നാളെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ വീഡിയോയിൽ ഇടാമൊക്കെ ചെയ്യാം. അതിങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, നമ്മുടെ കൊത്തുമുളകില്ലേ, വറ്റൽമുളക് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അതൊക്കെ ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എരിവ് കുറച്ച് നിൽക്കണം കേട്ടോ, മുന്നിൽ നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഉപ്പും മുളകും എരിവൊക്കെ അതിനകത്ത് പിടിക്കട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പ് വേണ്ടതായിരുന്നുണ്ടെങ്കിലും മല്ലിച്ചപ്പ് ഇല്ല, കഴിഞ്ഞു. അതിപ്പോൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ മല്ലിച്ചപ്പ് ഡെയിലി കൊണ്ടുവരാറില്ലല്ലോ. കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാത്ത കാര്യമായതുകൊണ്ട് മല്ലിച്ചപ്പ് ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈ ചതച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരണം. അപ്പോൾ ഒരു കുറച്ച് അല്ല ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന രീതിക്ക് അത്ര ആവണ്ട. ഒന്നും ഇങ്ങോട്ട് വാടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേപ്പിലിട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വഴണ്ട് വന്നു. പക്ഷേ ഈ വഴണ്ട് വരുമ്പോൾ എനിക്ക് അതിനകത്തേക്ക് തക്കാളി ഇടണമായിരുന്നു, ഞാനത് മറന്നു. ഈ പിള്ളേർ അവിടെ ഇവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെമ്മീൻ ഇട്ട് കൊടുത്തു. ചെമ്മീൻ ഇട്ടിട്ട് പിന്നെ ഓർമ്മ വന്നപ്പോഴാണ് തക്കാളി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളി വഴറ്റില്ലേ, ആ സമയത്ത് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഉടഞ്ഞ് വരുമ്പോൾ ഇതിട്ട് കൊടുത്താലും മതി. എന്തായാലും ഇപ്പോൾ തക്കാളി അതിനകത്ത് കിടന്ന് വേവും. വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റിൽ മാറ്റമൊന്നും വരില്ല. ഇതിലേക്ക് വെള്ളയെ ഒഴിച്ചു കൊടുക്കണ്ട, അതങ്ങനെ സിമ്മിൽ കിടന്നിട്ട് വേവാൻ വേണ്ടിയിട്ട് വിട്ടാൽ മതി കേട്ടോ.
അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് അതിങ്ങനെ സിമ്മിൽ കിടന്ന് വേവട്ടെ. അത് കഴിഞ്ഞാൽ അതങ്ങോട്ട് ആകുമ്പോഴേക്കും നമുക്ക് വേറെ പരിപാടി ഉണ്ട്, തുടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ കണ്ണൻകുട്ടി വെള്ളം കൊടുത്തോട് ഒഴിച്ചിട്ടിരിക്കണോ. അപ്പോൾ ഞാൻ തുടയ്ക്കണതിൻ്റെ മുന്നേ ഇവിടെ വെയില, അപ്പോൾ ഇവിടെ ഇറങ്ങണ്ട, അത് അവിടെ അവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ ചെയ്തോളാം. അപ്പോൾ വൈകിട്ടൊന്ന് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ തുടയ്ക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വരുമ്പോൾ ഒരു സുഖമാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും വലിയ അലമ്പുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂജട്ടി ഓൾറെഡി അവിടെ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തുടയ്ക്കലുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പരിപാടിയൊന്നും ഇപ്പം ഒന്നും കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇതാണ് ആ പടി നമ്മളിവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. വൈകിട്ട് ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ചായയുടെയൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പുറത്താണ് കേട്ടോ. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇല്ലേ അവിടെ വലിയ ക്ലാരിറ്റി ഇല്ല, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തോ വലിയൊരു സുഖം കിട്ടണില്ല. ബാക്കിൽ എനിക്ക് തോന്നുന്നു ആ കർട്ടൻ വന്നുകൊണ്ട് എന്താണ് ആ കർട്ടനൊക്കെ ഞാൻ പഴയ സാരി വിട്ടിട്ട് അടിച്ചതാണ് കേട്ടോ. കർട്ടൻ ആ ഭാഗത്ത് ഗ്രില്ല് വന്നപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടിരിക്കുകയാണേ. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഒരു മാസം ആവാറായി കഴുകിയിട്ട് അതൊക്കെ എടുത്തിട്ട് ഇനി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോൾ അതിന് നേരമില്ല, പിന്നെ ചെയ്യാം. അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. കണ്ണൻകുട്ടി ഒരു പൊങ്ങ് വന്ന തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പൊങ്ങെടുക്കാൻ വേണ്ടിയിട്ട്. അത് പൊട്ടയാണോ നല്ലാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുമ്പോൾ മെനക്കെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ മോപ്പൊക്കെ ഞാൻ പുറത്ത് കല്ലിൽ ഒന്ന് കഴുകിയിട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. നട്ടുച്ചയ്ക്കാണ് കേട്ടോ കുളി. എന്തായാലും വേണ്ടില്ല, കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ എന്തായി എന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചെമ്മീനൊക്കെ സൂപ്പറായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് എന്താക്കാം, ചോറിട്ട് കൊടുക്കുക. ഇത് തന്നെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെമ്മീൻ വേവാൻ വേണ്ടി വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ചോറ് തട്ടി കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം. നിങ്ങൾ ബിരിയാണി റൈസിൽ ഉണ്ടാക്കണേക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ചോറിൽ ഉണ്ടാക്കണതാണ് കേട്ടോ. അതാകുമ്പോൾ അതിനൊരു ടേസ്റ്റ് പ്രത്യേക. എനിക്ക് ബിരിയാണി റൈസ് ആകുമ്പോൾ എനിക്ക് മടുക്കണ പോലെ തോന്നും. അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കൊക്കെ വരുമ്പോൾ നമുക്ക് മട്ടപ്പ് തോന്നും. ഇത് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ആണെങ്കിലും ടേസ്റ്റാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം അങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ചധികം കൂടെ കുരുമുളക് പൊടിയും കൂടെ വെതറി ഈ പാകത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ മല്ലിച്ചപ്പ് ഇല്ലാത്തത് വലിയ ഇഷ്ടമായി, എന്നാലും വേണ്ടില്ല, നമുക്ക് ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാവും. ഇതിലേക്ക് കച്ചമ്പർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഉള്ളി തൈരും നമ്മൾ ഉണ്ടാക്കില്ലേ സാലഡ് പോലെ, അതാണെങ്കിലും ഓക്കെയാണ്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഇത് വെച്ചിട്ട് മതി. അപ്പോൾ എക്സ്ട്രാ നമുക്കൊരു കറിയുടെ ആവശ്യമില്ല, ഉപ്പേരിയുടെ ആവശ്യമില്ല, ഒന്നുമില്ല. ഇത് നല്ല സ്പൈസിയാണ്, ടേസ്റ്റിയാണ്, എല്ലാം ആണ്. അതുകൊണ്ട് തന്നെ ഇത് മതി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴേക്കും കണ്ണൻകുട്ടിയോട് കുളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. പൂജുട്ടിയുടെ ഇന്ത്യയൊക്കെ കുളി കഴിഞ്ഞതാണല്ലോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പുക. അപ്പോൾ നിങ്ങൾ വിളമ്പിക്കോളൂ, കഴിക്കാതിരിക്കുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ട് ആൾ ബാത്റൂം കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ നല്ല വിശക്കണും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഫുഡൊക്കെ വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 പേർക്കും വിളമ്പി. പൂജട്ടിക്ക് പിന്നെ ഒരൊറ്റ കോരിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വേണ്ട എന്നുള്ള വകുപ്പില്ല. ഞാനും കണ്ണൻകുട്ടി കേട്ടോ ചോറ് കഴിക്കുന്ന ആൾക്കാർ ഇവിടെ. അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ കഴിച്ചോക്കെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. എനിക്കിതിൽ പേടി എന്താ വെച്ചാൽ ചെമ്മീൻ ഒരാൾക്ക് കൂടുതൽ കിട്ടി ഒരാൾക്ക് കുറവ് കിട്ടി പറയുമെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്കും കണ്ണൻകുട്ടിക്കും അച്ചാറിട്ടു. പൂജട്ടിക്ക് പിന്നെ അച്ചാറ് വേണ്ടല്ലോ. ഇതൊക്കെ എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ അവിടെ പോയിരിക്കുകയാണ് കേട്ടോ. ഉമ്മറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഇതിനകത്ത് തേങ്ങാപ്പാലും കൂടെ കൂട്ടിയിട്ടൊരു സംഭവം ചെയ്യേണ്ട, അതിന് ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ, വീഡിയോയിൽ. അത് ഇതിനേക്കാട്ടിലും ടേസ്റ്റാണ്, രണ്ടും ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലാത്തവർ മിക്കവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതി ചെമ്മീൻ, വല്ലാതെ ഒന്നും വേണ്ട, ഒന്ന് 2-3 പീസാക്കിയാലും മതി. അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനകത്തേക്ക് കുറച്ചധികം ചെറുള്ളി സവാള ഒരിക്കലും എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. മടിയാണെങ്കിൽ മാത്രം അത് എടുത്താൽ മതി, ചെറുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കണ്ണൻകുട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടില്ല, അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതിനകത്ത് കുറച്ച് ചോറുണ്ട്, ഇനി ബാക്കി കളയണ്ട. പിന്നെ ടേസ്റ്റും ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമത് എടുത്തു കേട്ടോ. രണ്ടാമതൊന്നും ഫുഡ് എടുക്കൽ ഞാൻ പറയാറുണ്ട്, ഉച്ചയ്ക്ക് ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കാറില്ല. ഞാനും കണ്ണൻകുട്ടിയും കൂടെ എടുക്കാം. പൂജയ്ക്ക് പിന്നെ എത്ര നല്ലതാണെങ്കിലും ചോറ് അത്ര പോവാത്തതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടെ അസലായിട്ട് ഫുഡൊക്കെ കഴിച്ചു, കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കണ്ണൻകുട്ടിക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അവനും ഇഷ്ടമായി, പൂജയ്ക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. പിന്നെ ആർക്കും ഇഷ്ടമാവാത്തത് നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അങ്ങനെ അടിപൊളിയായിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചു കേട്ടോ. നല്ലോണം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞു. അടിപൊളി ചെമ്മീൻ ചോറായിരുന്നു കേട്ടോ, ചെമ്മീൻ റൈസായിരുന്നു. ആണെന്നില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് കാണിച്ചു തരാന്നുള്ളത്. അപ്പം ഞാൻ ഇവർക്ക് വാങ്ങി കൊടുത്തത് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ണൻകുട്ടിക്ക് കൊടുത്തത് മാല,
അതാ അങ്ങനെ ഒരു ചെയിൻ, ഒരു കുരിശിൻ്റെ കേട്ടോ. അവനത് ഇഷ്ടമാണെന്ന് മുന്നേ പറഞ്ഞായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കൊടുത്തു. പൂജപ്പിക്ക് വാങ്ങിയത് ഈ 2 നെയിൽ പോളിഷും പിന്നെ സ്റ്റഡും, ചെറിയ സ്റ്റഡും. പിന്നെ എനിക്ക് ഇവർ തന്നത് ഇത്രയും മിഠായി. പിന്നെ ഇത് എന്താണ് ഡാർക്ക് ഫാൻറ്റസിയുടെ 2 എണ്ണവും പിന്നെ മഞ്ചും ഇങ്ങനത്തെ കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് കൃഷ്ണൻകുട്ടി ഉണ്ട് കണ്ടാ, ക്യൂട്ട്, നല്ല ഇഷ്ടമാട്ടോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇത് ഇഷ്ടമാണ്. പിന്നെ ഇത് ഗിഫ്റ്റ് അല്ല, ഇത് ഇന്നലെ കണ്ണൻകുട്ടി പൂരത്തിന് പോയി വന്നപ്പോൾ കൊണ്ടുവരുന്ന കുരിശ് കൊന്ത. കുറേ ആയി ഞാനിത് ഇങ്ങനെ, എനിക്ക് കുഞ്ഞു പണിയായിട്ട് കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കുറേ ആയി നോക്കി നടക്കണം. അപ്പൊ ആ സാധനം കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് ഗിഫ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട്. മിഠായി 2 ദിവസം ഇങ്ങനെ കഴിക്കാണ്ട് വെക്കണം. ആദ്യമായിട്ട് എന്താ വെച്ചാൽ എനിക്ക് കാണിച്ചിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെയാണ്. മോള് മാത്രമേ മുട്ടായി എടുത്ത് വെക്കുള്ളൂ കഴിക്കാൻ വേണ്ടി. എനിക്ക് കിട്ടിയ പാടൊക്കെ കഴിക്കുന്നത് അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാനിത് എടുത്ത് വെക്കും. പിന്നെ എനിക്കൊരു മൂഡ് തോന്നുമ്പോഴാണ് ഞാൻ കഴിക്കുക. ഇവരുടെ പൂജയ്ക്ക് അവരൊക്കെ കിട്ടുമ്പോ അപ്പ കഴിക്കും. എന്നിട്ട് ഇന്റത് അവിടെ ഫ്രിഡ്ജിൽ ഞാൻ ഇടുന്ന അതിനൊരു സ്വൈരം ഉണ്ടാവില്ല. ചിലപ്പോ ഞാൻ അങ്ങനെ കഴിക്കാതെ പൊട്ടയ്ക്ക് പോകുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. പൊട്ടിക്കാം. ടോയ്സ് ഉണ്ട് എല്ലാത്തിനും ഞാൻ വാങ്ങാം. എനിക്കിതാ ചെടിക്ക് കൊടുത്തത് എവിടെ അന്ന് ഒരെണ്ണം കൂടെ കൊടുക്കട്ടെ, ഇനി അടിയാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് എന്താ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അത് കാണാം. ഇനി നിൽക്ക്, ഞാൻ പറയട്ടെ. അപ്പൊ നിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്. അപ്പൊ ഇത് എന്തായാലും കിട്ടിയപ്പോ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് കൊല്ലം നമ്മൾ ചെയ്യാറുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ തോന്നി, അപ്പൊ ഞാൻ ചെയ്തു. വലിയ ഗിഫ്റ്റോ അല്ലെങ്കിൽ ഇതാനാണോ അങ്ങനെ ഒന്നും തോന്നണ്ട. എന്റെ സന്തോഷത്തിലായിരുന്നു കണ്ടത് ഭാഗ്യം. അപ്പൊ അങ്ങനെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്, നമ്മളിപ്പോ പ്രേമിക്കണവര് തമ്മില് അല്ലെങ്കിൽ അങ്ങനെ കമ്മിറ്റഡ് ആയ ആൾക്കാര് ഉടങ്ങിയിരിക്കണ അച്ഛൻ അമ്മ എന്നൊക്കെ, ഭാര്യ ഭർത്താവ് അങ്ങനെയൊക്കെ. അപ്പൊ ഈ ഒരു തോട്ട് വന്നപ്പോ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അതിപ്പോ ഇത്ര വലിയ സംഭവമായിട്ട് അപ്പ കാണിക്കാഞ്ഞത് നമ്മളങ്ങനെ വീഡിയോയില് അപ്പൊ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യണ പോലെ തോന്നുന്നു എന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നണ കൊണ്ടാണ് അപ്പ കൊടുക്കണതും ചെയ്യണതും ഒന്നും ഞാൻ കാണിക്കാണ്ടിരുന്നത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ മതി, തന്നെ വലിയ സന്തോഷം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ വൈകുന്നേരത്തെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ആവും. ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിതോടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യും. പോവുകയാണെങ്കിൽ അല്ല ഫോണുണ്ടെങ്കിൽ ഫോണില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാൻ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കാണിക്കും, അത്രയും. അപ്പം എന്തായാലും ഞാൻ വൈകിട്ടപ്പോൾ ഒന്നുകൂടെ പറയട്ടെ. അഥവാ പോകണില്ലെങ്കിൽ പിന്നെ ഇരുന്ന് കുത്തിയിരുന്ന് പറയണ്ടേ. അപ്പം നമ്മുടെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ ചെയ്യുക, അടുത്ത വീഡിയോ കമന്റ് ചെയ്യുക. പോട്ടന്മാർ വെറുതെ വന്നിരിക്കുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ, സീ യു.